നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മുനിസിപ്പൽ മാർക്കറ്റ് സമുച്ചയം എത്രയും വേഗം പൂർത്തിയാക്കി തുറന്നുകൊടുക്കണമെന്ന് ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെയും യൂത്ത് വിങ്ങിന്റെയും സംയുക്ത വാർഷിക പൊതുയോഗം. ലക്ഷങ്ങൾ നൽകി വിദേശത്തുപോയി വഞ്ചിതനായ യുവാവ് ചാലക്കുടിയിലെ ഏജൻസി ഓഫീസിനു മുന്നിൽ ഭാര്യയോടും കുട്ടിയോടുമൊപ്പം എത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കി. ചാലക്കുടി ടൗണിലും വിവിധ റോഡുകളിലും അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് സംയുക്ത യോഗം നടത്തി. രാഷ്ട്രീയ കൊലപാതകങ്ങളോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഇനി മുതൽ പെൻഷന് 4 വർഷം സർവീസ് നിർബന്ധമാക്കി. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. വാർത്തകൾ വിശദമായി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര സർക്കാരും നൽകിയ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും സംസ്ഥാനത്ത് എത്തുന്നവർക്ക് 21 ദിവസം വരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്താൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും പരിശോധനകൾ ശക്തമാക്കി. നിലവിൽ ഇന്ത്യയിൽ എവിടെയും എംബോള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം വ്യക്തമാക്കി. അടിയന്തര സാഹചര്യം നേരിടുന്നതിനായി ഐസൊലേഷൻ സൗകര്യങ്ങളോട് കൂടിയ തീവ്രപരിചരണ വിഭാഗങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് യോഗം വിലയിരുത്തി. ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായ PPE കിറ്റുകൾ ഉറപ്പാക്കാനും അണുബാധ നിയന്ത്രണ പ്രോട്ടോകോളുകളിൽ പ്രത്യേക പരിശീലനം നൽകാനും മന്ത്രി നിർദ്ദേശം നൽകി. എംബോള ബാധിത രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. പനി, കടുത്ത ക്ഷീണം, തലവേദന, പേശിവേദന, ഛർദി, വയറിളക്കം, തൊണ്ടവേദന, രക്തസ്രാവം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉള്ളവരും രോഗബാധിതരുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയവരും വിമാനത്താവളങ്ങളിലെ ഹെൽത്ത് ഡെസ്കിൽ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, സിയാൽ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. വിമാനത്താവളത്തിൽ 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനങ്ങൾ സജ്ജീകരിക്കും. തെർമൽ സ്ക്രീനിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ, 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവയും ഏർപ്പെടുത്തും. അന്താരാഷ്ട്ര യാത്രക്കാർ ഇമിഗ്രേഷൻ വിഭാഗത്തിന് സെൽഫ് ഡിക്ലറേഷൻ ഫോമും സമർപ്പിക്കേണ്ടതുണ്ടെന്ന് നിർദ്ദേശമുണ്ട്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മുനിസിപ്പൽ മാർക്കറ്റ് സമുച്ചയം എത്രയും വേഗം പൂർത്തിയാക്കി തുറന്നു കൊടുക്കണമെന്ന് ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെയും യൂത്ത് വിങ്ങിന്റെയും സംയുക്ത വാർഷിക പൊതുയോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു.
മർച്ചന്റ്സ് അസോസിയേഷൻ ജൂബിലി ഹാളിൽ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോയ് മൂത്തേടൻ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യാതിഥിയായി. ട്രഷറർ ഷൈജു പുത്തമ്പുരയ്ക്കൽ വാർഷിക വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. സെക്രട്ടറി ഡേവിസ് വെളിയത്ത് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത യൂത്ത് വിംഗ് കമ്മിറ്റി അംഗം റിൻഡോ കണ്ണമ്പുഴയെയും വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത സിനി സന്തോഷിനെയും യോഗത്തിൽ ആദരിച്ചു. ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി, ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രതീഷ് പോൾ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ്, നിയോജകമണ്ഡലം ഭാരവാഹികളായ PV ഫ്രാൻസിസ്, PP ശശിധരൻ, C വിനോദ്, മർച്ചന്റ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി, സെക്രട്ടറി ഗോവിന്ദൻകുട്ടി, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കിരൺ ഷൺമുഖൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻഡോ തോമസ്, വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബു എന്നിവർ പ്രസംഗിച്ചു. ലക്ഷങ്ങൾ നൽകി വിദേശത്ത് പോയി വഞ്ചിതനായ യുവാവ് ചാലക്കുടിയിലെ ഏജൻസി ഓഫീസിനു മുന്നിൽ ഭാര്യയോടും കുട്ടിയോടുമൊപ്പം എത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കി. ചാലക്കുടി ട്രഷറിക്ക് സമീപം പ്രവർത്തിക്കുന്ന ആശാ കിരൺ ഇമിഗ്രേഷൻ സർവീസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് വ്യാപാര തട്ടിപ്പാരോപണം ഉയർന്നിരിക്കുന്നത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി VR രജീഷ് ആണ് തനിക്കുണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. സ്ലോവേനിയയിൽ നഴ്സിംഗ് ജോലി ശരിയാക്കാമെന്ന് വിശ്വസിപ്പിച്ച് 2023-24 വർഷങ്ങളിലായി 6 ലക്ഷത്തോളം രൂപ ബാങ്ക് വഴി ഏജൻസി അധികൃതർ കൈപ്പറ്റിയതായി രജീഷ് പറയുന്നു. നമുക്ക് ആ തന്നിട്ടുള്ള വിസ 26 വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രം കൊടുക്കുന്ന വിസയായിരുന്നു. ഇവർ ഞങ്ങളോട് ഉറപ്പ് നൽകുന്ന കോളേജ് വിസ എന്നാണ്. ഇവരെപ്പോഴും പറയുന്ന കോളേജ് എന്നാണ്. സ്വരോഗ് എന്ന് പറഞ്ഞ കോളേജ്. പക്ഷെ അതൊരു കോളേജ് അല്ലായിരുന്നു, ഒരു തട്ടിക്കൂട്ട് സ്ഥാപനമായിരുന്നു. അത് 23-ൽ ഇവർ അയച്ച ബാച്ചും പ്രകാരം അവർ കേസ് കൊടുത്ത് പറയാം ബ്ലാക്ക് ലിസ്റ്റിൽ, സ്ലൊവേനിയയിലെ ഗവൺമെന്റ് ബ്ലാക്ക് ലിസ്റ്റിൽ ഒരു കോളേജ് അല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് വേറെ പുതിയ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. പിന്നെ അത് പറഞ്ഞ പോലെ അവിടെ ഈ ഞങ്ങൾക്ക് തന്നില്ല, അതായത് ഞങ്ങൾ ഒട്ടുമിക്കുള്ള ആൾക്കാരും ഇതിനകത്ത് 1-2 പേരെ 25 വയസ്സിലുള്ള ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അല്ലാതുള്ള ഏകദേശം 25ഓളം പേര് എല്ലാവരും 30 വയസ്സിന് മേളിലുള്ള ആൾക്കാരാണ്. 28 മുതൽ 30 വയസ്സിന് മേളിലോട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അവിടെ ചെന്നതിന് ശേഷമാണ് കോളേജ് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടില്ല എന്ന്. ഇവിടുന്ന് ഈ ഏജൻസി ഞങ്ങളോട് ഉറപ്പ് നൽകിയിരുന്നത് അവിടെ ചെന്നതിന് ശേഷം, അതായത് യൂറോപ്യൻ യൂണിയനിലുള്ള പോലെ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് അവിടെ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാം എന്നുള്ളതാണ് ഇവർ വാക്കാലെ ഉറപ്പ് വരുന്നത്. അത് ശരിയാണ്. ഞങ്ങളുടെ കയ്യിലൊരു പ്രൂഫുമില്ല. ഞങ്ങൾ പോലീസിനെ സമീപിച്ചിരുന്നു, എല്ലാവരും സമീപിച്ചിരുന്നു. ഞങ്ങളുടെ കയ്യിൽ യാതൊരു പ്രൂഫും ഇല്ല അങ്ങനെ ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടി. ഉള്ളത് ആകെപ്പാടെ ഇവർ പറഞ്ഞിട്ടുള്ള വീഡിയോ റെക്കോർഡ്സും കുറച്ചധികം ഓഡിയോ ക്ലിപ്പിംഗ്സും മാത്രമാണ്. അപ്പോൾ അതൊന്നും വാലിഡ് അല്ല. ഞങ്ങളൊരു വാലിഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് മേടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ശരിയാണ്, അവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അതിനകത്ത് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ള കാര്യം. അത് ഞാനെന്നല്ല ഒട്ടുമിക്കുള്ളവരും സൈൻ ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വിസ അപ്രൂവൽ വന്ന് അതിന്റെ തലേദിവസം വിസ പോയി മേടിക്കുന്നതിന്റെ തലേദിവസം ഇവർ ഞങ്ങളോട് പറഞ്ഞു ഇവർക്കാണ് ഇപ്പോൾ ഒരു മെയിൽ വരുന്നത്. ആ മെയിൽ ഫോർവേഡ് ചെയ്യണമെങ്കിൽ ഈ എഗ്രിമെന്റ് കൊടുത്താൽ മാത്രമേ അവർ ഫോർവേഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ആ ഒരു എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ ഒരു പ്രഷറൈസ് ചെയ്തിട്ട് അവർ ഭീഷണിപ്പെടുത്തിയ സത്യം പറഞ്ഞാൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കാശ് കിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. സോ അപ്പോൾ അങ്ങനെ എന്തായാലും വിസ വന്നില്ല. ഇനിയിപ്പോൾ ഇവരെ സഹായിച്ചില്ലെങ്കിലും അവിടെ പോയിട്ട് ഒരു ജോലി എടുത്ത് ഈ പഠിക്കുകയും ചെയ്യാം. ഒരു 6 മാസം കൊണ്ട് ലാംഗ്വേജ് ഒരു ഇതും ബേസിക് ആയി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള രാജ്യത്തായുള്ള ഓസ്ട്രേലിയ, ജർമ്മനിയിൽ പോയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇവിടെ നിന്ന് പോയത്. എന്നാൽ വിസ ലഭിച്ച് അവിടെ എത്തിയപ്പോഴാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. ഏജൻസി വാഗ്ദാനം ചെയ്ത ജോലിയോ പഠനത്തിനായി പറഞ്ഞിരുന്ന കോളേജോ യൂണിവേഴ്സിറ്റിയോ അവിടെ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അവിടെയുള്ള മലയാളികളുടെ സഹായത്തോടെ ക്ലീനിംഗ് ജോലികൾ ചെയ്താണ് രജീഷ് ജീവിച്ചു പോന്നത്. കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയ രജീഷ് വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് ഇടപെട്ട് സംസാരിച്ചപ്പോൾ പണം നൽകാമെന്ന് ഏജൻസി സമ്മതിച്ചെങ്കിലും പിന്നീട് പണം നൽകാൻ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് രജീഷും ഭാര്യ ശ്രീജയും കുട്ടിയും ചാലക്കുടിയിലെ ഓഫീസിന് മുമ്പിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. മേലൂർക്കുന്ന് സ്വദേശി മേച്ചേരി ടിനി ജോർജ് അടക്കം 32 പേരാണ് ഈ ഏജൻസി വഴി ഒരേ സമയം സ്ലോവേനിയയിലേക്ക് പോയത്. എന്നാൽ ഇവർ ആർക്കും തന്നെ നഴ്സിംഗ് ജോലി ലഭിച്ചിട്ടില്ല. പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്ത ശേഷം നഴ്സിംഗ് ജോലി ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചാണ് ഇവരിൽ നിന്നെല്ലാം ലക്ഷങ്ങൾ വാങ്ങിയത്. മുമ്പും നിരവധി പേർ ഇത്തരത്തിൽ വഞ്ചിതരായിട്ടുണ്ട് എന്നാണ് വിവരം. നിലവിൽ 30ഓളം പേരിൽ നിന്ന് പുതിയതായി പണം വാങ്ങി സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്താൻ ഏജൻസി ശ്രമിക്കുന്നതായും രജീഷ് ആരോപിച്ചു. 2023 ആ സമയത്താണ് ഈ ആശാകിരണിലെ ഒരു സമൂഹ മാധ്യമത്തില് ഇങ്ങനെ ഒരു ആഡ് കണ്ടിട്ട് ഞങ്ങള് ഇതിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുന്നത്. അപ്പൊ ഇവിടുന്ന് സബിത എന്ന് പറഞ്ഞൊരു മാഡാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നമുക്ക് സ്ലൊവേനിയയിൽ ഇങ്ങനെ ഒരു ജർമ്മൻ അഡാപ്റ്റേഷൻ കോഴ്സ് ഉണ്ട്, അത് പഠിച്ചു കഴിഞ്ഞിട്ട് 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാം,
അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം നമുക്ക് സ്റ്റേ ബാക്ക് ഉണ്ട്. അതിനുള്ളിൽ നമുക്ക് ജർമ്മനിയിലോ അല്ലെങ്കിൽ ഓസ്ട്രിയയിലോ നമുക്ക് പ്ലേസ്മെന്റ് എടുത്ത് തരാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ അതിന് കുറേ ഡിലേ എടുത്തു. 2025 ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്. അതിന് മുന്നേ നമ്മളോട് പൈസ അടയ്ക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് എഗ്രിമെൻറ്റിൻ്റെ കാര്യം ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ് സ്റ്റഡി അബ്രോഡിന് എഗ്രിമെൻ്റ് ഇല്ല, അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്കിട്ട് പൈസ അടപ്പിച്ചു. ഏകദേശം ഒരു 6500 യൂറോളം ഞങ്ങൾ അടയ്ക്കേണ്ടി വന്നു. അതല്ലാതെ വേറെ എമൗണ്ടുകളായിട്ടും ഇവർ ഞങ്ങളുടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളത് അടച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു വിസയോ ഇൻസ്റ്റിറ്റ്യൂട്ടോ ആയിരുന്നില്ല അത്. പിന്നെ അവിടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലോ ആ വിസയിലോ ഞങ്ങൾക്ക് ഒരു ജോലിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ 26 വയസ്സ് വരെ ഉള്ളവർക്ക് സ്റ്റുഡൻറ് വിസ അലൗഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് അവിടെ ഒരു സ്റ്റുഡൻറ് സ്കീം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ മാത്രമേ നമുക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതായത് 26 വയസ്സ് കഴിഞ്ഞാൽ അവർ സ്റ്റുഡൻറ് സ്കീം നമുക്ക് അലൗ ചെയ്ത് തരില്ല. കോടശ്ശേരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും 20ാം വാർഡ് വികസന കമ്മിറ്റിയും ചേർന്നൊരുക്കുന്ന ഏകദിന ക്യാമ്പ് ഞായറാഴ്ച നടക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് കോടശ്ശേരി ക്ലബ് ഹാളിൽ മോട്ടിവേഷൻ ക്ലാസ്, പഠനോപകരണ വിതരണം, SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരവ്, ഹെൽത്ത് ചെക്കപ്പ് എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് KR സുമേഷ് മോട്ടിവേഷൻ ക്ലാസ് നയിക്കും. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലിത വിൻസെന്റ്, KR രാധാകൃഷ്ണൻ, സിജി ജോയ്, ക്ലബ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി സ്മിത കൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും. ചാലക്കുടി ടൗണിലും വിവിധ റോഡുകളിലും അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിനു സംയുക്ത യോഗം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷയായി. ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾ, വിവിധ കക്ഷി നേതാക്കൾ, സംഘടനാ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ആവശ്യകതയും അത്യാവശ്യവുമായ കാര്യങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം. ചാലക്കുടി പട്ടണത്തിലുണ്ടാകുന്ന ഗതാഗത കുരുക്ക് എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ ഈ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇതിന് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞ കൗൺസിലിന്റെ സമയത്തും അതിന് മുമ്പേ തന്നെയുള്ള കൗൺസിലുകൾ ഒരുപാട് നിർദ്ദേശങ്ങളും അതുമായി നമ്മുടെ ചാലക്കുടി പട്ടണത്തിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ കോടതി അടിപ്പാതയുടെ ഭാഗമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഗതാഗത കുരുക്ക് വരുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ടൗണിലെ ഗതാഗത കുരുക്കിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് എന്തായാലും ഓരോരുത്തരും സഹകരിച്ചാൽ മാത്രമേ സാധിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇവിടുത്തെ വ്യാപാരികളായാലും ബസ് ഉടമകളായാലും നോക്കിയപ്പോ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന 3-4 സൂപ്പർ ഫാസ്റ്റ് നമ്മുടെ ഡെപ്പോയിൽ കയറിയിട്ടുണ്ട്. അത് എന്തായാലും KSRTC ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ജയിപ്പിച്ചാൽ നല്ലതാണ്. ബസ്സുകള് 10 മിനിറ്റ് കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ 3-4 ബസ് സൂപ്പർ ഫാസ്റ്റ് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ കയറിയിട്ടില്ല. അപ്പൊ അത് പലരും എന്നോട് വിളിക്കുകയും ഞാൻ നേരി കണ്ടുകൊണ്ടാണ്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാമത് രക്തസാക്ഷിത്വ വാർഷികം ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സദ്ഭാവന ദിനമായി ആചരിച്ചു. മഞ്ഞപ്ര വടക്കും ഭാഗം ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ സമ്മേളനം കിസാൻ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ദേവസി മാടൻ ഉദ്ഘാടനം ചെയ്തു. കൾച്ചറൽ ഫോറം രക്ഷാധികാരി K സോമശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. പതാക ഉയർത്തൽ, പുഷ്പാർച്ചന, സർവമത പ്രാർത്ഥന എന്നിവയുണ്ടായിരുന്നു. കോൺഗ്രസ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൈബി പാപ്പച്ചൻ, ജോയ് അറയ്ക്ക, ബൈജു കൈതാരത്ത്, ME സെബാസ്റ്റ്യൻ, പൗലോസ് കീഴ്ത്തറ, CV ബെന്നി, KP ജോണി എന്നിവർ പ്രസംഗിച്ചു. മഹാത്മാവായ ബഹുമാനായ നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അന്തരിച്ചിട്ട് 35 വർഷം കഴിയുകയാണ്.
മെയ് 21 നമ്മളുടെ മനസ്സിന്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആയുധമെടുത്താൽ ജയിൽ നിങ്ങളെ കാത്തിരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്ക് ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതക കേസിലെ പ്രതികൾ പുറത്ത് ഒരു കൂസലുമില്ലാതെ നടക്കുക എന്നത് തന്നെ ഒരു സിവിൽ സൊസൈറ്റിയിൽ തെറ്റായ സന്ദേശം നൽകുന്നതാണെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. പരോൾ അനുവദിച്ച സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയ ശേഷമാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. പെരിയ കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ച സംഭവത്തിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയോടാണ് മന്ത്രി റിപ്പോർട്ട് തേടിയത്. പരോൾ അനുവദിച്ചതിലെ വസ്തുതകൾ സമഗ്രമായി അന്വേഷിക്കാനാണ് നിർദ്ദേശം. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേസിലെ 6 പ്രതികൾക്ക് 15 മുതൽ 20 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചത്. പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ CPM പ്രവർത്തകരായ പ്രതികൾക്കാണ് പരോൾ അനുവദിച്ചത്. LDF സർക്കാരിന്റെ കാലത്താണ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചത്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പ്രതികൾക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് പ്രതികൾ ജയിലിൽ നിന്നും ഇറങ്ങിയത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഇനി മുതൽ പെൻഷന് 4 വർഷം സർവീസ് നിർബന്ധമാക്കി. നിലവിൽ 2 വർഷം സർവീസ് ഉണ്ടെങ്കിൽ അർഹതയുണ്ടായിരുന്നു. 2 വർഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ 3 വർഷമായി കണക്കാക്കിയും പെൻഷൻ നൽകിയിരുന്നു. ഒരു മന്ത്രിസഭയുടെ ഏതാണ്ട് ഭൂരിഭാഗം കാലത്തും സർവീസ് ഉണ്ടെങ്കിൽ മാത്രം പെൻഷൻ നൽകിയാൽ മതി എന്നാണ് VD സതീശൻ സർക്കാരിന്റെ തീരുമാനം. അങ്ങനെ വരുമ്പോൾ ടേം വ്യവസ്ഥയിലുള്ള മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ ഇത് ബാധിക്കും. പുതിയ വ്യവസ്ഥ അതൃപ്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. അനൂപ് ജേക്കബും മാണി സി കാപ്പനുമാണ് UDFലെ ധാരണ പ്രകാരം 2.5 വർഷം വീതം ടേം വ്യവസ്ഥയിൽ മന്ത്രിമാരാകുന്നത്. ലീഗിലെ ഒരു മന്ത്രി പാർട്ടിയിലെ ധാരണ പ്രകാരം പാറയ്ക്കൽ അബ്ദുള്ളയ്ക്ക് വേണ്ടിയും 2.5 വർഷത്തിന് ശേഷം മാറും. പുതിയ വ്യവസ്ഥ പ്രകാരം ഇവരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ ആനുകൂല്യം ലഭിക്കില്ല. ഏതാണ്ട് 400ഓളം പേർ വിവിധ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ രാഷ്ട്രീയപരമായി നിയമിക്കപ്പെടാറുണ്ട്. 2 വർഷം കഴിയുമ്പോൾ നിലവിലുള്ളവരെ ഒഴിവാക്കി പുതിയ ആളുകളെ നിയമിച്ച് 2 കൂട്ടരെയും പെൻഷൻ അർഹരാക്കുന്ന രീതിയും ഒഴിവാക്കും. ഇത് സംബന്ധിച്ച നിർദ്ദേശം മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി VD സതീശൻ നൽകി. പുതിയ നിബന്ധനയ്ക്ക് മുൻകാല പ്രാബല്യം ഏർപ്പെടുത്തില്ല. നിലവിൽ 4 വർഷത്തിൽ കുറവുള്ള സർവീസിന് പെൻഷൻ ലഭിക്കുന്നവർക്ക് അത് തുടർന്നും ലഭിക്കും. മിനിമം പെൻഷനായി 4750 രൂപയെങ്കിലും നിലവിൽ ലഭിക്കും. ചെറുപ്രായത്തിൽ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാവുകയും ജീവിതകാലം മുഴുവൻ പെൻഷൻ അർഹത നേടുകയും ചെയ്യുന്നതിനെ തുടർന്നാണ് ഈ സമ്പ്രദായം വിമർശിക്കപ്പെടാൻ കാരണം. മുഖ്യമന്ത്രി, മന്ത്രിമാർ, ചീഫ് വിപ്പ് തുടങ്ങിയ പദവികളിലുള്ളവരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ ലഭിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. സുപ്രീം കോടതിയും CAGയും ഈ സമ്പ്രദായത്തെ മുമ്പ് വിമർശിച്ചിരുന്നു. കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കമ്മീഷൻ 4 വർഷമെങ്കിലും ബാധകമാക്കണമെന്ന് ശുപാർശ നൽകിയെങ്കിലും മുൻ സർക്കാർ അത് സ്വീകരിച്ചിരുന്നില്ല. കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് 15 പേരെയേ പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കാനാകൂ. തമിഴ്നാട്ടിൽ ഒരാളെ മാത്രമേ സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കാവൂ. ബാക്കിയുള്ളവർ സർക്കാർ സർവീസിലുള്ളവരായിരിക്കണം. കർണാടകയിൽ 14 പേരെ സ്വന്തം നിലയിൽ വെക്കാം. കേരളത്തിൽ 25 പേരെ പേഴ്സണൽ സ്റ്റാഫാക്കാം. അതിൽ 17 പേരെ സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കാം. 1994 K കരുണാകരൻ സർക്കാരാണ് മന്ത്രിമാരുടെ സ്റ്റാഫിന് പെൻഷൻ ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. 1982 മുതൽ മുൻകാല പ്രാബല്യവും നൽകിയിരുന്നു. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. പാഴ്സൽ സർവീസിന്റെ മറവിൽ ലോറിയിൽ കടത്തുകയായിരുന്ന അതിമാരക രാസലഹരികളായ 1/4 കിലോ MDMAയും 4 LSD സ്റ്റാമ്പുകളും പോലീസ് പിടിച്ചെടുത്തു. ചന്ദ്രാപിന്നി എടമുട്ടം പുളിഞ്ചോട് സ്വദേശി മംഗലത്ത് വീട്ടിൽ 35 വയസ്സുള്ള മുഹമ്മദ് ഫാസിലാണ് പിടിയിലായത്. ഇയാൾ ഓടിച്ചിരുന്ന ലോറിയിൽ നിന്ന് 198.3 ഗ്രാം MDMAയും 4 LSD സ്റ്റാമ്പുകളും പോലീസ് പിടിച്ചെടുത്തു. ലഹരി മരുന്നും വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്ത് കടത്തുകയായിരുന്ന അതിമാരക രാസലഹരികളായ 1/4 കിലോ MDMAയും 4 LSD സ്റ്റാമ്പുകളും പോലീസ് പിടിച്ചെടുത്തു. ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും കൊടകര പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പാർസൽ സർവീസിന്റെ മറവിൽ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഐഷർ ലോറിയിൽ കടത്തുകയായിരുന്ന വൻ രാസലഹരി ശേഖരവുമായി ഒരാളെ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും കൊടകര പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ദേശീയപാതയിൽ കൊടകര പേരാമ്പ്ര ഫ്ലൈ ഓവറിന് സമീപം പുലർച്ചെ 2:45
മുക്കാലോടെയാണ് നടത്തിയ പരിശോധനയിൽ വൻ രാസലഹരി ശേഖരം പിടികൂടിയത്. ഐഷർ ലോറിയിലെ കാർഗോ ബോക്സുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി മരുന്ന് കണ്ടെത്തിയത്. കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർ കാർഗോ പാർസൽ കമ്പനിയിലെ ഡ്രൈവറാണ് പിടിയിലായ മുഹമ്മദ് ഫാസിൽ. കഴിഞ്ഞ 1 വർഷമായി ഇയാൾ ഇവിടെ ജോലി ചെയ്തു വരികയാണ്. ബാംഗ്ലൂരിൽ നിന്ന് പാഴ്സലുകൾക്കൊപ്പം ലഹരി മരുന്നും ലോറിയിൽ കയറ്റി എറണാകുളം കേന്ദ്രീകരിച്ച് വൻകിട ഇടപാടുകാർക്കും യുവാക്കൾക്കും വിതരണം ചെയ്യുന്നതാണ് ഇയാളുടെ രീതി. ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ SI-മാരായ ജയകൃഷ്ണൻ P, സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, TR ഷൈൻ, ASI-മാരായ VO സിൽജോ, ലിജു ഇയാനി, AU റെജി, MJ ബിനു, ES ജീവൻ, CK ബിജു, SCPO-മാരായ PX സോണി, CPO-മാരായ AB നിഷാന്ത്, KJ ഷിൻഡോ, സുർജിത്ത് സാഗർ, EA ശ്രീജിത്ത്, കൊടകര പോലീസ് സ്റ്റേഷൻ SHO V ജെർലിൻ സ്കറിയ, വെള്ളിക്കുളങ്ങര CI KK ഷബാബ്, കൊടകര SI-മാരായ MB അരുൾ, PR സുധീഷ്, CPO-മാരായ AR രജിത്ത്, EA ശ്രീനാഥ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന വിവിധ വിജ്ഞാനവാടിയിലേക്ക് കോർഡിനേറ്റർമാരെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തും. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും 21-നും 45-നും ഇടയിൽ പ്രായപരിധിയുള്ള യുവതീ യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ, ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും പകർപ്പും സഹിതം തൃശൂർ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ജൂൺ 29-ന് വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0487 236031. കലാകാരനും ആർട്ടിസ്റ്റുമായ മേലൂർ പൂലാനി പാലത്തിങ്കൽ ബാബു നിര്യാതനായി. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മുനിസിപ്പൽ മാർക്കറ്റ് സമുച്ചയം എത്രയും വേഗം പൂർത്തിയാക്കി തുറന്നു കൊടുക്കണമെന്ന് ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെയും യൂത്ത് വിങ്ങിന്റെയും സംയുക്ത വാർഷിക പൊതുയോഗം. ലക്ഷങ്ങൾ നൽകി വിദേശത്തുപോയി വഞ്ചിതനായ യുവാവ് ചാലക്കുടിയിലെ ഏജൻസി ഓഫീസിനു മുന്നിൽ ഭാര്യയോടും കുട്ടിയോടുമൊപ്പം എത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കി. ചാലക്കുടി ടൗണിലും വിവിധ റോഡുകളിലും അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് സംയുക്ത യോഗം നടത്തി. രാഷ്ട്രീയ കൊലപാതകങ്ങളോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഇനി മുതൽ പെൻഷന് 4 വർഷം സർവീസ് നിർബന്ധമാക്കി. കൊടകരയിൽ വൻ രാസലഹരി വേട്ട. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.